സെന്തിലെ രമേശേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. നീ ഒരു നമസ്കാരം പറഞ്ഞു. നമസ്കാരം. സെന്തിലിനെ കുറിച്ച് ഞാൻ പറയുമ്പം സെന്തില് ഞാൻ ആമുഖത്ത് പറഞ്ഞ പോലെ ഒരുപാട് കലയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. എങ്കിലും സെന്തില് നായകനായി എത്തുന്ന സിനിമയെക്കുറിച്ച് പരാമർശിക്കാതെ ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം മണിച്ചേട്ടന്റെ ജീവിതകഥ സിനിമയാകുമ്പോൾ അതിനകത്തേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടത് സെന്തിലാണ്. അന്ന് കാലത്ത് മണിച്ചേട്ടനെ ഒരുപാട് വേദിയിൽ കൃത്യമായും വ്യക്തമായും അനുകരിക്കുന്ന നടന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. സെന്തിൽ ഇതുവരെ മണിച്ചേട്ടനെ അനുകരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് ഷോകൾ ഇവന്റോട് ചെയ്തിട്ടുണ്ടെങ്കിലും സെന്തിൽ മണിച്ചേട്ടനെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അനുകരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും വിനയൻ സാർ ആ വേഷം ചെയ്യാൻ തെരഞ്ഞെടുത്തത് സെന്തിലിനെയാണ് എന്നത് വലിയൊരു കൗതുകമാണ്. ആ സിനിമ സൂക്ഷിച്ചു നോക്കിയാലും അങ്ങനെ പൂർണ്ണമായും മണിച്ചേട്ടനെ അനുകരിച്ചിട്ടല്ല സെന്തില സിനിമ ചെയ്തിരിക്കുന്നത്. മണിച്ചേട്ടനുമായിട്ട് സെന്തിലിന് നേരിട്ട് എന്തെങ്കിലും അനുഭവങ്ങളോ ഓർമ്മകളോ ഉണ്ടോ? അതായത് എന്റെ ആദ്യത്തെ സിനിമ പുള്ളിമാൻ എന്ന് പറയുന്ന മണിച്ചേട്ടൻ നായകനായിട്ട് അഭിനയിച്ച പടമാണ്. 2009 ഷൂട്ട് ചെയ്ത പടം. അപ്പോൾ അത് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. ആ പടത്തിനകത്ത് എന്നെ വിളിച്ചൊരു 30 ദിവസത്തോളം ഞാൻ ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ സിനിമയ്ക്കകത്ത് അധികം ഡയലോഗുകളോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. പക്ഷെ എനിക്ക് 30 ദിവസത്തോളം മണിച്ചേട്ടനുമായിട്ട് ഒരു കൂട്ടുകൂടാനും അദ്ദേഹം എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് മണിച്ചേട്ടനുമായിട്ട് ഒരു ഗൾഫ് ഷോ ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളെ മണിച്ചേട്ടനുമായിട്ട് എനിക്ക് അനുഭവമുള്ളൂ. എനിക്ക് അതുപോലെ തന്നെ ആ സിനിമയ്ക്കകത്ത് തന്നെ വിനയൻ സാർ കാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ അതിശയപ്പെട്ടിട്ടുണ്ട്, ഇത് എങ്ങനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പലരും ആ സിനിമയിൽ എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ വിനയൻ സാറിനോട് അയ്യോ ഇദ്ദേഹത്തെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് രമേശ് ഏട്ടനാണ് എനിക്കൊരു എന്നെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞതെന്ന്. അല്ല അങ്ങനെയല്ല, അതിനകത്തൊരു കഥയുണ്ട്. ഞാൻ ഈ പറഞ്ഞ പ്രശ്നം പോലെ ഈ വിനയൻ സാറ് സെന്തിലിനെ കാസ്റ്റ് ചെയ്ത ശേഷം മണിച്ചേട്ടനെ കൃത്യമായി അനുകരിക്കുന്നതും മണിച്ചേട്ടനോട് താല്പര്യമുള്ള ചില ആളുകളുമൊക്കെ അയ്യോ നിങ്ങൾ അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതിൽ നമുക്ക് എതിരില്ല, പക്ഷെ അത് മണിച്ചേട്ടനെ അങ്ങനെ ഇനി ഒരാളല്ലേ സിനിമയിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ, അത് സെന്തിൽ ചെയ്താൽ അങ്ങോട്ട് ഒക്കൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിനോട് ചിലപ്പോൾ സഹകരിച്ചില്ലെന്ന് വരും. സെന്തിലാണ് ചെയ്യുന്നതെങ്കിൽ അന്നത്തെ എന്റെ രൂപം കൊണ്ടും മണിച്ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടും രണ്ട് കാര്യമുണ്ട്. സഹകരിച്ചില്ലെന്ന് വരുമെന്ന് പറഞ്ഞപ്പോ വിനയൻ സാർ ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പണ്ട് കലാഭവമണിയെ ഞാൻ ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്തപ്പോഴും ഇത് കേട്ടിട്ടുണ്ട്, കലാഭവമണിയാണ് ചെയ്യണമെങ്കിൽ ഞാനില്ലെന്ന് പറയും, അതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ചില ആളുകളോട് അതങ്ങനെ ആവരുത്, അത് എന്തായാലും കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞ് സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ആ വേഷം ഇവൻ തന്നെ ചെയ്യേണ്ട വേഷമാണ്. പക്ഷേ നമ്മൾ കണ്ടുപരിചയിച്ച ഒരാളെയാണ് സെന്തില് ചെയ്യുന്നത്. അപ്പോ എന്നാൽ പൂർണ്ണമായും അനുകരിച്ചാൽ അത് മിമിക്രി എന്ന് പറയും, കൃത്യമായി അഭിനയിച്ചില്ലെങ്കിൽ നന്നായില്ല എന്ന് പറയും. പക്ഷെ അത്തരത്തിൽ ഒരു ആരോപണങ്ങളും ഇല്ലാതെ ആ കഥാപാത്രത്തെ ചെയ്ത് മറുകണ്ഠം എത്തിക്കാൻ സെന്തിലിന് പറ്റി എന്ന് പറയുന്നത് സെന്തിലിന്റെ ഒരു വലിയ കഴിവും ഭാഗ്യം തന്നെയാണ്. അത് വിനയൻ സാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ വലിയൊരു കഴിവാണ്. എന്നെ പോലെ ഒരാളിനെ അങ്ങനെ ചെയ്തെടുപ്പിച്ചു എന്നുള്ളതാണ്. അതെ, ഇപ്പം സെന്തിൽ പക്ഷെ ഇഷ്ടം പോലെ പടങ്ങളായിട്ട് നിൽക്കുകയാണ്. ഇഷ്ടം പോലെ പടങ്ങളാണ്. സെന്തിലിനെ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. റിലീസ് ആവാനുണ്ട്. ഇനിയിപ്പോ 5-6 പടം റിലീസ് ആവാനുണ്ട്. 5-6 പടം വെറുതെ ഒന്നും അല്ല, ഇനി ഒരു 5-6 പടം റിലീസ് ആവാനുണ്ടെന്ന്. അങ്ങനെയൊക്കെ കോവിഡ് കഴിഞ്ഞ് ആക്റ്റീവായ സിനിമയിൽ പറയാൻ പറ്റുന്ന നടന്മാർ വളരെ കുറവാണ് അല്ലേ? എത്ര പടമുണ്ട്? 6 ഇനിയിപ്പോ രാജീവ് രവി സാറിന്റെ 2 പടങ്ങളുണ്ട്, തുറമുഖവും കുറ്റവും ശിക്ഷയും. പിന്നെ അതുപോലെ ഇടിമഴ കാറ്റെന്ന് പറയുന്ന ചെമ്പൻചേട്ടനും ശ്രീനാഥ് ബാസിയൊക്കെ അഭിനയിച്ച ഒരു പടം. പിന്നെ 19-ാം നൂറ്റാണ്ട് വിനയൻ സാറിന്റെ തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം പുള്ളി എന്ന് പറയുന്ന ഒരു സിനിമ. പിന്നെ തവളയുടെ എന്ന് പറയുന്ന ഒരു പടം. അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. എന്നിട്ടും വിനയമാണ് ഇങ്ങനെ അങ്ങനെ വളയുവാ അത് പറഞ്ഞിട്ട്.